നമസ്കാരം. ഈ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ കേരളത്തിൽ സൈബർ ആക്രമണത്തിന് വിധേയയായ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാൾ BJPയുടെ ശോഭാ സുരേന്ദ്രൻ തന്നെ ആയിരിക്കണം. അവർ നടത്തിയ ചില വെളിപ്പെടുത്തലുകൾ കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കിയ കോളിളക്കം ചെറുതായിരുന്നില്ല. ഇതിന്റെ ഭാഗമായി തന്നെ ശോഭാ സുരേന്ദ്രനെതിരെ നിരവധി സൈബർ ആക്രമണങ്ങൾ നടക്കുന്ന ഒരു കാഴ്ചയും നമ്മൾ കണ്ടതാണ്. LDF കൺവീനറും മുതിർന്ന CPM നേതാവുമായ EP ജയരാജൻ BJPയിലേക്ക് ചേരാൻ ചർച്ചകൾ നടത്തി എന്നുള്ള ശോഭാ സുരേന്ദ്രന്റെ വെളിപ്പെടുത്തൽ തുടങ്ങി വെച്ച വിവാദം, അതിൽ കഴമ്പുണ്ടോ എന്ന കാര്യം അറിയാനും ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം വരുന്നത് വരെ നമ്മൾ കാത്തിരിക്കേണ്ടതുണ്ട്. ശോഭയുടെ തുറന്നു പറച്ചിലും തുടർന്നുണ്ടായ വിവാദങ്ങളും BJPയുടെ കേരളത്തിലെ വളർച്ചയെ തന്നെ ബാധിക്കുമെന്നൊക്കെയായിരുന്നു BJPയുടെ സംസ്ഥാന നേതൃത്വത്തിലെ ചില മുതിർന്ന ആളുകൾ വിധി എഴുതിയത്. പക്ഷേ കേരള BJPയുടെ സമീപകാല വളർച്ചയിൽ ശോഭാ സുരേന്ദ്രൻ എന്ന വനിതാ നേതാവ് വഹിച്ച പങ്കിനെ പറ്റി ആരും കാര്യമായി എങ്ങും പറഞ്ഞു കേട്ടതുമില്ല. ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രൻ വിജയിക്കുമോ എന്നതല്ല ചോദ്യം, മറിച്ച് ആരുടെ വോട്ടായിരിക്കും ഇക്കുറി ശോഭാ സുരേന്ദ്രൻ BJP പാളയത്തിലേക്ക് എത്തിക്കാൻ പോകുന്നത് എന്നത് തന്നെയാണ്. അങ്ങനെ ചിന്തിക്കാനുള്ള കൃത്യമായ കാരണം ആറ്റിങ്ങലാണ്. നമുക്കറിയാം, BJPക്ക് ആറ്റിങ്ങൽ ഇപ്പോൾ ഒരു VIP മണ്ഡലമാണ്. BJP തങ്ങളുടെ A+ മണ്ഡലമായി കണക്കാക്കുന്ന ആറ്റിങ്ങൽ ഇത്തവണ മത്സരിച്ചത് കേന്ദ്ര സഹമന്ത്രി കൂടിയായ V മുരളീധരനാണ്. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം ശോഭാ സുരേന്ദ്രനാണ്. കാരണം 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആറ്റിങ്ങലിൽ 25% വോട്ടാണ് ശോഭാ സുരേന്ദ്രൻ പിടിച്ചത്. ഇടത് കോട്ടയിൽ ശോഭാ സുരേന്ദ്രൻ 2 ലക്ഷത്തിലധികം വോട്ടുകൾ പിടിച്ചു. 2014 വെറും 10.53% ആയിരുന്ന വോട്ട് വിഹിതമാണ് 24.97, ഏകദേശം 25% എത്തിക്കാൻ ശോഭാ സുരേന്ദ്രന് സാധിച്ചത്. ശബരിമല പ്രക്ഷോഭത്തിന്റെ മുൻനിരയിൽ ഉണ്ടായിരുന്ന നേതാവ് എന്ന വലിയൊരു മെറിറ്റ് കൂടി ശോഭാ സുരേന്ദ്രന് ആ സമയത്ത് ലഭിച്ചിരുന്നു. അത് മാത്രമല്ല, അവരുടെ നേതൃത്വ പാഠവും കൂടിയാണ് ഇത്തരത്തിലുള്ള ഒരു വലിയ വളർച്ച BJPക്ക് ആറ്റിങ്ങൽ നേടിക്കൊടുക്കാൻ സഹായിച്ചത്. കേരളത്തിലെ മറ്റൊരു BJP നേതാവിനും സ്വപ്നം പോലും കാണാൻ സാധിക്കാത്ത അത്ര വലിയ നേട്ടം തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ നേടിയെടുത്തത്. എന്തായാലും തിരുവനന്തപുരത്തും ആലപ്പുഴയിലും നടന്നത് കടുത്ത മത്സരമാണ് എന്ന തരത്തിൽ വെള്ളാപ്പള്ളി നടേശൻ ഉൾപ്പെടെ വിലയിരുത്തലുകൾ നടത്തിയിരുന്നു. നമുക്കറിയാം, പലപ്പോഴും വെള്ളാപ്പള്ളി നടേശൻ പറയുന്ന ചില പ്രവചനങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ചില തെരഞ്ഞെടുപ്പ് വിലയിരുത്തലുകളൊക്കെ അക്ഷരം പ്രതി ശരിയായ ചരിത്രമുണ്ട്. മുൻപ് BJP നേടിയതിനേക്കാൾ അധികം വോട്ട് ശോഭാ സുരേന്ദ്രന് ലഭിക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ആലപ്പുഴയിലെ വോട്ട് വിഹിതം ഉയർത്താൻ ശോഭാ സുരേന്ദ്രൻ തന്നെ കളത്തിൽ ഇറങ്ങേണ്ടി വന്നു എന്നുള്ളത് തെരഞ്ഞെടുപ്പിന് ശേഷം സംസ്ഥാന ഘടകത്തിന് മനസ്സിലാക്കാൻ പോകുന്ന ഒരു കാര്യം കൂടിയായിരിക്കും. വേണുഗോപാലിന്റെ സാന്നിധ്യം അത് UDFന് വലിയ ആത്മവിശ്വാസം നൽകുന്നുണ്ട് എങ്കിൽ പോലും ശോഭ ആരുടെ വോട്ട് പിടിച്ചു എന്നുള്ളത് ഫലപ്രഖ്യാപനത്തിന് ശേഷം മാത്രമേ അറിയാൻ സാധിക്കൂ. ശോഭാ സുരേന്ദ്രന് ഇടത് കോട്ടകളിൽ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ആലപ്പുഴയുടെ രാഷ്ട്രീയ ചിത്രം അത് മറ്റൊന്നാവും. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഡി മലയാളം.